നമസ്കാരം. നാട്ടിലെ വിശേഷങ്ങളും സകലമാന വാർത്തകളും അറിയണ്ടേ? സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വന്യജീവി പേടിയിൽ വയനാട്ടിലെ ജനങ്ങൾ. പുൽപ്പള്ളിയിൽ ഇന്നും നിരോധനാജ്ഞ. രാഹുൽ ഗാന്ധിയും ഗവർണറും ഇന്ന് വയനാട്ടിൽ. ജലക്ഷാമത്തിന്റെ പിടിയിൽ നാട്. വാമനപുരം നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞു. കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിൽ. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി. ഐക്കരക്കുടിയിൽ പശുക്കിടാവിന് പിടികൂടി. പായസപൂജയുമായി കുട്ടമ്പുഴയിലെ ആദിവാസികൾ. ചടങ്ങുകൾ കിണാച്ചേരി വനത്തിനുള്ളിൽ. പാട്ടിനൊപ്പം നൃത്തം ചവിട്ടി ആദിവാസികൾ. നവീകരിച്ച കെട്ടിടം വയോജനങ്ങൾക്ക് സമർപ്പിച്ച ഗുരുവായൂർ നഗരസഭ. കേന്ദ്രത്തിൽ കഴിയുന്നത് 21 പേർ. 90 പേർക്ക് താമസിക്കാൻ സൗകര്യം. സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി. ഐക്കരക്കുടിയിൽ പശുക്കിടാവിനെ പിടികൂടിയ കടുവ വീട്ടുകാരുടെ ശബ്ദം കേട്ട് ചാണകക്കുഴിയിൽ വീണു. ഇവിടെ നിന്ന് സമീപത്തെ തോട്ടിലേക്ക് കയറിപ്പോയി. കടുവയുടെ കാൽപ്പാടുകൾ സമീപത്ത് പതിഞ്ഞിട്ടുണ്ട്. ഈ വീടിന്റെ സമീപ പ്രദേശമായ 56-ലാണ് കഴിഞ്ഞ ദിവസം പശുവിനെ കടുവ കടിച്ചു കൊന്നത്. ഇന്നലെ രാത്രി വാഴയിൽ അനീഷ് എന്നയാൾ കടുവയ്ക്ക് മുൻപിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബൈക്കിൽ പോകുമ്പോൾ കടുവ മുൻപിലെത്തുകയായിരുന്നു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അനീഷിനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലേ നമ്മളെല്ലാവരും. അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരിടമുണ്ട്. കൊല്ലം ചടയമംഗലത്തെ ജഡായുപ്പാറ. സമുദ്രനിരപ്പിൽ നിന്ന് 850 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഡായുപ്പാറ കാണാം. മുജീബ് പടിക്കൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. മുജീബ് പടിക്കൽ പകർത്തിയ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നല്ല മനോഹരമായ ജഡായുപ്പാറയുടെ ദൃശ്യങ്ങളല്ലേ. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം. വേനൽ കടുത്തതോടെ നാടാകെ ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള വാമനപുരം നദിയിൽ നീരൊഴുക്ക് ക്രമാതീതമായി കുറയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പകുതിയിലധികം പ്രദേശങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ് കൂടിയാണ് ഈ വാമനപുരം നദി. ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ വാമനപുരം നദിയിലെ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങിയിരുന്നു. വേനൽ കടുത്തതോടെ നദിയിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ആറ്റിങ്ങൽ പൂവൻപാറ പാലത്തിന് സമീപമുള്ള സ്ഥിരം തടയണയുടെ മുകളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചാണ് നദിയിലെ ജലനിരപ്പ് നിലനിർത്തുന്നത്. ശക്തമായ വരൾച്ച മുന്നിൽ കണ്ട് വാട്ടർ അതോറിറ്റി താൽക്കാലിക തടയണയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റിയുടെ കീഴിലെ ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിൽ 2 ലക്ഷത്തിലധികം കണക്ഷനുണ്ട്. ഇവിടെയെല്ലാം വെള്ളം വിതരണം ചെയ്യുന്നത് വാമനപുരം നദിയിൽ നിന്നാണ്. കൂടാതെ കഴക്കൂട്ടം, മേനംകുളം പദ്ധതിയും നെടുമങ്ങാട് താലൂക്കിലെ പകുതിയോളം പദ്ധതികളും വാമനപുരം നദിയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ജലജീവൻ മിഷൻ കൂടി നടപ്പിലായതോടെ കണക്ഷനുകളുടെ എണ്ണം കൂടി. ദൗർലഭ്യം ഇല്ലാത്തപ്പോൾ പോലും പല പ്രദേശങ്ങളിലും കുടിവെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പോലും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. വിതുരയിൽ നിന്ന് അല്ലെങ്കിൽ പൊന്മുടി കുന്നുകളിൽ നിന്നും ആരംഭിക്കുന്ന ഈ വാമനപുരം നദിക്ക് ഉയർന്ന മേഖലകളിൽ ഒരു അണക്കെട്ട് വർഷങ്ങളായിട്ടുള്ള പഴക്കമുണ്ട്. ഈ ആവശ്യത്തിന് എത്രയോ മന്ത്രിസഭകൾ മാറി വന്നു, നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ഒരു അണക്കെട്ട്, ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഒരു അണക്കെട്ട് തന്നെയാണ്. ആ അണക്കെട്ടിലൂടെ മാത്രമേ തിരുവനന്തപുരം ജില്ലയിലെ വടക്കൻ മേഖലകളിലുള്ള ഈ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുള്ളൂ. വാമനപുരം നദിയുടെ ആറ്റിങ്ങൽ മേഖലയിൽ മാത്രം 30-ലേറെ പമ്പ് ഹൗസുകളാണ് പ്രവർത്തിക്കുന്നത്. വേനൽ കൂടുതൽ ശക്തമാകുകയും
നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്താൽ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. നദിയിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള സ്ഥിരം പദ്ധതികൾ ഉണ്ടാകാത്തത് കാരണമാണ് വേനൽക്കാലത്ത് ഇത്തരത്തിൽ ജലവിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. മാർച്ച് മാസത്തിലെങ്കിലും ശക്തമായ വേനൽമഴ ഉണ്ടായില്ലെങ്കിൽ പമ്പിംഗ് നിലയ്ക്കുകയും ജലവിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് 18 ആറ്റിങ്ങൽ. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനരോഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി എംപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് വയനാട്ടിലെത്തും. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പയ്യമ്പള്ളിയിലെ അജീഷ്, പാക്കത്തെ പോൾ എന്നിവരുടെ വീടുകൾ ഇരുവരും സന്ദർശിക്കും. എല്ലാ ഇടവകകളിലും പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി രൂപത സർക്കുലർ ഇറക്കിയിട്ടുമുണ്ട്. പുൽപ്പള്ളിയിൽ ഇന്നും നിരോധനാജ്ഞ തുടരുകയാണ്. അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുക്കുകയും ചെയ്യും. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ കർഷകന്റെ പേരിൽ വ്യാജ വായ്പ. കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൽ യാതൊരു ഇടപാടുകളും ഇല്ലാത്ത CPM പ്രവർത്തകനായ കർഷകന്റെ പേരിലാണ് LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 14 ലക്ഷം രൂപ വായ്പ എടുത്തതായുള്ള വ്യാജരേഖ പുറത്തു വന്നത്. പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന റിക്കവറി നോട്ടീസ് വന്നതോടുകൂടിയാണ് പരാതിയുമായി കർഷകൻ രംഗത്തെത്തിയത്. ഇടുക്കി ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയും പലിശയും ചേർത്ത് 14 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചത്. 2017 നവംബർ 29-ന് ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,07,096 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. അന്നേ ദിവസം തന്നെ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയിൽ നിന്ന് 2,42,365 രൂപ മറ്റൊരു വായ്പ എടുത്തിട്ടുള്ളതായും ഇതിൽ 1,70,70,700 രൂപ പലിശയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്ന മറ്റൊരു നോട്ടീസും ശശിപാപ്പന് ലഭിച്ചു. 2023 ഒക്ടോബറിലാണ് നോട്ടീസ് ലഭിച്ചത്. പിന്നീട് പലതവണ ബാങ്കിലെത്തി ഇക്കാര്യം അറിയിച്ചു. എന്നാൽ പലതവണ കയറിയിറങ്ങിയിട്ടും ബാങ്ക് അധികൃതർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പരാതി. എൻ്റെ അറിവനുസരിച്ച് ഇന്ന് വരെ കനകക്കുന്ന് പോയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് ആളുകൾ പറയുന്നത് കനകക്കുന്ന് ബാങ്ക് തുടങ്ങിയിട്ട് 7 വർഷമായില്ലെന്നാണ് പറഞ്ഞു. ഈ 7 വർഷം ആയാണ് എൻ്റെ നോട്ടീസിൽ കണ്ടിരിക്കുന്നത്. 7 വർഷം മുമ്പ് എടുത്തതായിട്ടാണ്. ഇങ്ങനെ ഇത്രയും ഈ 14 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടിവെച്ചു. ഞാൻ CPM-ൻ്റെ പ്രവർത്തകനും ബ്രാഞ്ച് മെമ്പറുമായിരുന്നു. ഇവിടെ ഭരണം നടത്തുന്ന CPM-ൻ്റെ ആളുകളാണ് ഇവിടുത്തെ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ഭരണസമിതി അംഗങ്ങളും. അവരെ എനിക്ക് നേരെ ക്രൂരമായ രീതിയിൽ ഒരു വഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഞാനിത് പ്രതികരിക്കുന്നു. 35 വർഷമായി ബാങ്കുമായി ഒരു ഇടപാടുമില്ലാതെ നിൽക്കുന്ന തനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശി പാപ്പൻ വ്യക്തമാക്കി. വ്യാജ വായ്പയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകണമെന്നും തന്റെ പേരിലുള്ള നോട്ടീസ് പിൻവലിച്ച് ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശശി പാപ്പൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ന്യൂസ് 18 റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. തലസ്ഥാനത്തെ വികൃതമാക്കുന്ന മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ന്യൂസ് 18 സെലിബ്രിറ്റി റിപ്പോർട്ടർ ഭാഗ്യലക്ഷ്മി. മ്യൂസിയം, കനകക്കുന്ന് ഭാഗങ്ങളിൽ കൂടുതൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച മാലിന്യം വലിച്ചെറിയുന്നത് നിയന്ത്രിക്കണമെന്നാണ് ഭാഗ്യലക്ഷ്മി എന്ന ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ആവശ്യം. ശുചിത്വ കേരളം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, പ്രത്യേകിച്ച് മ്യൂസിയം, കനകക്കുന്ന് ഭാഗങ്ങളിൽ നിരവധി ആളുകൾ ഇപ്പോൾ ലൈറ്റുമൊക്കെ കാണാനും ഫ്ലവർ ഷോ കാണാനുമൊക്കെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നത് കൊണ്ട് അവിടെ എല്ലാവരും പല സാധനങ്ങളും വാങ്ങി, ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിച്ച് വഴിനീളെ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിനൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത് അവിടെ ആ വഴിയിൽ ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ കാണുമ്പോൾ 2 ഡസ്റ്റ്ബിൻ മാത്രമേ അവിടെയുള്ളൂ. ഈ വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിൻ 2 കാണുന്നുള്ളൂ. അപ്പോൾ ഓരോ മരത്തിൻ്റെ ചോട്ടിലും ഓരോ ഡസ്റ്റ്ബിൻ വെക്കുകയാണെങ്കിൽ
കുറേ കൂടി ആളുകൾക്ക് അപ്പോൾ തന്നെ കഴിച്ച് അതിലേക്ക് ഇടാനുള്ളൊരു സൗകര്യം ഉണ്ടാകും എന്നെനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മളൊക്കെ എൻ്റെ കുട്ടികളൊക്കെ എന്നോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവർ വേസ്റ്റ് പോക്കറ്റിലിടും. പക്ഷേ എല്ലാവരും അങ്ങനെ പോക്കറ്റിലിടണമെന്നില്ല. പിന്നെ എത്ര നമുക്ക് പോക്കറ്റിൽ കുത്തി നിറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും സഞ്ചിയോ കരുതി അതിലേക്ക് വേണം ഈ വേസ്റ്റൊക്കെ ഇടാൻ. അപ്പോൾ ഇതൊരു നല്ല ആശയമാണെന്ന് തോന്നുന്നു. ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഒരു ഡസ്റ്റ്ബിൻ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അങ്ങനെ അത് കാണാൻ മരത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കണമെന്നില്ല, കുറച്ച് മരത്തിൻ്റെ സൈഡിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ കാണാൻ അഭംഗി തോന്നുകയുമില്ല, അതേസമയം ആളുകൾക്കത് ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ശുചിത്വ കേരളം, ശുചിത്വ തിരുവനന്തപുരം എന്നൊരു ആശയം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. വയോജനങ്ങൾക്ക് താമസിക്കാനുള്ള കെട്ടിടം ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച ഗുരുവായൂർ നഗരസഭ 59 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ 21 പേരാണ് ഈ കേന്ദ്രത്തിലുള്ളത്. നവീകരണത്തിന് ശേഷം അഗതി മന്ദിരം എന്ന പേരുമാറ്റി കൗൺസിൽ അംഗീകരിച്ച മറ്റൊരു പേരിടാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. നഗരസഭ ഈ അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ മുനിസിപ്പാലിറ്റി നേരിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പൊതുരംഗത്തുള്ള ഇതിനോട് പ്രത്യേക താല്പര്യമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്ന കാര്യവും നമ്മൾ പരിഗണനയിലുണ്ട്. കൗൺസിലൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനം അങ്ങനെ വന്നാൽ വലിയ മാറ്റം നമുക്ക് വരുത്താൻ വേണ്ടി കഴിയും. നവീകരിച്ച കെട്ടിടത്തിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തിയാണ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. കൊതുക് വലകൾ സ്ഥാപിച്ചിട്ടുള്ള ജനലുകളും വാതിലുകളും വയോജനങ്ങൾക്ക് കിടക്കുന്നതിനായി ക്യാബിനുകളായി തിരിച്ചുള്ളതാണ് മുറി. ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. അഗതി മന്ദിരത്തിന്റെ കെട്ടിടത്തിന് നവീകരണത്തിലൂടെ ഒരു പുതിയ മുഖശോഭ നൽകിക്കൊണ്ട് അന്തേവാസികളായ വയോധികർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജീവിതം ഉറപ്പു നൽകാൻ നഗരസഭ തയ്യാറായതിൽ അത്യധികം സന്തോഷമുണ്ട്. വയോജനങ്ങൾക്ക് രോഗം വന്നാൽ ആശുപത്രിയിലെത്താൻ സ്വന്തം ആംബുലൻസും ഇവിടെ സജ്ജമാണ്. സ്നേഹമുഖങ്ങളാണ് ഈ സ്നേഹഭവനത്തിലെ അച്ഛനമ്മമാർ. അവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഭവനം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞ ഈ ഭരണസമിതിയിൽ ഒരു അംഗമാകാൻ സാധിച്ചത് ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവും നിങ്ങളുമായി പങ്കുവയ്ക്കാം. 10ഓളം ജീവനക്കാരെ വയോജനങ്ങളുടെ ശുശ്രൂഷയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും സേവന സന്നദ്ധരാണ് ഈ ജീവനക്കാർ. ഇവിടെ ഇന്നലകളിലൂടെ കടന്നുപോയോ എന്ന് പറയുന്നത് വളരെ ബഹുമാന്യരായ എത്രയോ ആളുകൾ ഈ അഗതി മന്ദിരത്തിലൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വന്ന് വസിക്കുവാനും ജീവിക്കുവാനും ജീവിച്ചു മരിക്കുവാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുള്ളതാണ്. 70 വയോജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ താമസിക്കാനും അതിനാവശ്യമായ സൗകര്യങ്ങളുമാണ് നഗരസഭ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഒരു നഗരസഭ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതായി അറിവില്ല. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കാൻ തുടർന്നും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭ ആ രീതിയിൽ ശ്രമിക്കും. മുൻപ് ഇവിടെ 90 പേരുണ്ടായിരുന്നു. നമ്മളുടെ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള അച്ഛനമ്മമാർക്ക് താങ്ങും തണലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരുവായൂർ നഗരസഭ ഈ അച്ഛനമ്മമാർക്കൊപ്പം താങ്ങും തണലായി നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചത്. ഗുരുവായൂരിൽ ഉപേക്ഷിക്കപ്പെടുന്ന വയോജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ആരുമില്ലാത്ത വയോജനങ്ങൾക്ക് ആശ്വാസമാകുകയാണ് നഗരസഭയുടെ ഈ മന്ദിരം. ന്യൂസ് 18 ഗുരുവായൂർ. ഇനി നോക്കാം ഇന്നറിയാൻ. കോട്ടയം കസ്തൂർബ ആറാട്ടുകടവ് റോഡ് നവീകരണവും ഓട നിർമ്മാണവും പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി ഉദ്ഘാടനം നിർവഹിച്ചു. അർപ്പൂക്കര പഞ്ചായത്തിന്റെ 1,50,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി അറിയിച്ചു.
കോട്ടയം പാലായിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സൗജന്യ ഉപകരണ സഹായ ക്യാമ്പ് നാളെ നടക്കും. റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് സമീപമുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. ജോസ് കെ മാണി MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും വയനാട്ടിലെ ജനതയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ഒഴുക്കൻമൂല സർഗ ഗ്രന്ഥാലയം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. കരകൗശല വിദഗ്ധരെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സംസ്ഥാന കരകൗശല അവാർഡ് 2023 അപേക്ഷിക്കാം. ഫെബ്രുവരി 24 വരെ അപേക്ഷകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രവുമായോ താലൂക്ക് വ്യവസായ ഓഫീസുകളുമായോ ബന്ധപ്പെടേണ്ടതാണ്. വയനാട് കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ റേഡിയോഗ്രാഫർ, സ്റ്റാഫ് നഴ്സ്, അനസ്തേഷ്യ, ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് നിയമനം നടക്കുന്നു. ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 2 ആശുപത്രിയിൽ വാക്കിൻ ഇന്റർവ്യൂ നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്കായി സൗജന്യ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് കളമശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനും IHRDയും സംയുക്തമായി തിരുവനന്തപുരം നന്ദൻകോട് ആരംഭിക്കുന്ന 6 മാസത്തെ ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. താൽപര്യമുള്ളവർ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനുമായി നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടുക. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം സഖി വൺ സ്റ്റോപ്പ് സെന്ററിലെ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ മാർച്ച് 2 വൈകിട്ട് 5-നകം കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ വനിതാ സംരക്ഷണ ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. കൊല്ലം കൊട്ടാരക്കര ഇഞ്ചക്കാട് തിരുവോളിക്കോട് ക്ഷേത്രത്തിലെ താലപ്പൊലി ശ്രദ്ധേയമായി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീ വേഷം അണിഞ്ഞ പുരുഷന്മാരാണ് ഇവിടെ താലമെടുക്കുന്നത്. 100ഓളം പേർ താലപ്പൊലി എടുക്കാനെത്തി. സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുത്താൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം. കൊട്ടാരക്കര ഇഞ്ചക്കാട് കോടിയാട്ടുകാവിൽ നിന്നും വാദ്യഘോഷങ്ങളോടെയായിരുന്നു പുരുഷാങ്കനമാർ താലമേന്തിയത്. പ്രകൃതി പുരുഷ ഏകത്വമെന്ന സങ്കല്പം ആധാരമാക്കിയാണ് ക്ഷേത്രത്തിൽ പുരുഷാങ്കനമാർ താലമെടുത്തത്. മൂന്ന് വയസ്സ് മുതൽ 62 വയസ്സ് വരെ പ്രായമുള്ളവരും വിളക്കെടുക്കാൻ എത്തിയിരുന്നു. കുറേ വർഷം കൊണ്ട് വിളക്കെടുക്കുന്നുണ്ട്. പ്രോഗ്രാം ഇല്ലാത്ത സമയത്തെല്ലാം ഇവിടെ വന്ന് വിളക്കെടുക്കുന്നുണ്ട്. ഭഗവാൻ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാറുണ്ട്. കാരണം ഞാൻ ഈ വേദിയിൽ നാടകം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഒറ്റംകുളങ്ങരയിൽ 3-4 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സ് ചെയ്യാനും ഞങ്ങളൊരു സ്ത്രീയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നു. വിളക്കേന്തിയ പുരുഷാങ്കനമാർ ഭൂതത്താ നടയിലെത്തി നേർച്ചകൾ സമർപ്പിച്ചതിനു ശേഷമാണ് തിരുവേളിക്കോട് മഹാദേവർ ക്ഷേത്രത്തിലെത്തിയത്. 3 തവണ താലമേന്തിയുള്ള പ്രദക്ഷിണവും സമർപ്പണവും കഴിഞ്ഞതോടെയാണ് വിളക്കെടുപ്പ് സമാപിച്ചത്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം വർക്കല ചിലക്കൂർ ഇളമ്പന ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു. കെട്ടുകാഴ്ചകളോടുകൂടിയായുള്ള ഘോഷയാത്ര നടന്നിരുന്നു. 6 ദിവസം നീണ്ടു നിൽക്കുകയായിരുന്നു ഉത്സവം. പാലക്കാട് കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. 16 ദേശങ്ങളുടെ പൂരം വരവുകൾ ക്ഷേത്ര പരിസരത്ത് സംഗമിച്ചു. അനുഷ്ഠാന ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പോടുകൂടിയാണ് പ്രധാന ആഘോഷങ്ങൾ തുടങ്ങിയത്. തുടർന്ന് പഞ്ചവാദ്യം, തായമ്പക, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവ നടന്നു.
ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കുമരനല്ലൂർ ദേശമൊരുക്കുന്ന പൂരനിലാവ് കലാ സാംസ്കാരിക പരിപാടികളുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. നടൻ ജയറാം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, ജനറൽ സെക്രട്ടറി PA വിപിൻ, ഓവർസീസ് യൂത്ത് വിംഗ് കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് നരുക്കുനിയിൽ പെയിന്റിംഗ് ജോലിക്കിടെ ഏണിയിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. നരുക്കുനി കൊടോളിയിൽ ഹുസൈന്റെ മകൻ ബാസിത്താണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി പാലങ്ങാട് വെച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇടുക്കി തൂക്കുംപാലത്ത് ടാർ മിക്സുമായി വന്ന ടിപ്പർ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. ഒരാൾക്ക് പരിക്കേറ്റു. ഉറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ ഡ്രൈവർ ബിജുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. K. സേതുമാധവൻ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരളം സീനിയർ ആങ്കർ KP അഭിലാഷിന് മാർച്ച് 6-ന് പുരസ്കാരം സമ്മാനിക്കും. KSN സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മാധവം 2K24 പരിപാടിയിലാണ് പുരസ്കാര വിതരണം. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. നമ്മൾ വ്യത്യസ്തമായ പല ആചാരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ? അത്തരത്തിൽ ഗോത്രജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് പായസപൂജ. കോതമംഗലം ക്രാച്ചേരി വനമധ്യത്തിൽ നടന്നതാണ് ഈ ചടങ്ങ്. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാകും. നമസ്കാരം. വരും നാളുകൾ ഐശ്വര്യവും സമൃദ്ധിയുടേതുമാകുമെന്ന വിശ്വാസത്തിലാണ് ആദിവാസികൾ പായസപൂജ നടത്തുന്നത്. കുട്ടമ്പുഴ ക്നാച്ചേരി വനത്തിലാണ് മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള ഈ ആചാരം. വള്ളിയമ്മയുടെ പ്രീതിക്കായി വർഷം തോറും പൂജ നടത്തും. വിശ്വാസികൾ പാട്ടിന്റെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടും. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. കുടികൊണ്ട കാലം തൊട്ട് ഈ വള്ളിയമ്മയെ ഞങ്ങളിങ്ങനെ ഒരു പായസ കൂട്ട് പായസപ്പാറയിൽ വന്നിട്ട് പായസം എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ആചാരപരമായിട്ട് കൊട്ടും മേളവും കൂത്തും മേളവും ഒക്കെ ആയിട്ട് വന്നിട്ട് അമ്മയെ ഒരു പായസ കൂട്ടി വിരുന്ന് പോലെയാണ് ഞങ്ങൾ അമ്മയ്ക്ക് എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്നത്. എല്ലാ വർഷവും നടത്തും. ഇത് കുംഭം 3-ന് മാത്രമേ ഞങ്ങൾ ഈ ആചാരം നടത്തുള്ളൂ. ക്നാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസപൂജയ്ക്കുള്ള ചടങ്ങുകൾ നടന്നത്. ഈ പാറയ്ക്ക് മുകളിൽ 2 ദ്വാരങ്ങളുണ്ട്. നിറയെ വെള്ളമുള്ളതാണിവിടം. ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി തെളിവിളക്ക് വയ്ക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. 12 ദിവസം വ്രതമെടുത്താണ് ദേവിക്ക് പായസം നിവേദിക്കുന്നത്. ഇതാണ് പായസപൂജയുടെ പ്രധാന ചടങ്ങ്. ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങൾ അമ്പലപ്പാറയിൽ വന്ന് പായസമൊക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കൂട്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ആദിവാസികളാണ് ഏറ്റവും കൂടുതലുള്ളത്. വന്ന് പായസമൊക്കെ വെച്ച് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ പോകുള്ളൂ. ആനയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആനയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ അമ്പലത്തിൽ വന്നാലും ആനയെ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പായസം വെച്ച് പോകുന്നവരെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ ദേവിയെ കണ്ടു തൊഴുത് ഞങ്ങൾ പോകും വീട്ടിലേക്ക്. ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്ത ദുർഗാദേവി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങുമുണ്ട്. വിവിധ കോളനികളിൽ നിന്നുള്ളവർ പിണവൂർക്കുടിയിൽ ഒത്തുചേർന്ന് ഘോഷയാത്രയായാണ് പായസപ്പാറയിലേക്ക് എത്തുന്നത്. കൊട്ടി, ഉറുമിശി, കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് താളമേളങ്ങൾ ഒരുക്കുന്നത്. നൃത്തവും പാട്ടും ചെണ്ടമേളവുമെല്ലാം കൂടിയാകുമ്പോൾ കാടകം ഉത്സവ പ്രതീതിയിലായി മാറും. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ പായസപൂജയിലൂടെ കൈവരുമെന്നാണ് വിശ്വാസം. ന്യൂസ് 18 കോതമംഗലം.